തന്നെ എടുത്തോളൂ. മാഷല്ലേ? അതെ, കുറുപ്പാസ് പറഞ്ഞ് വരുന്നത്. അതാ ഞാൻ കാത്തിരിക്കുന്നത്. ആ വരും. ഇതാണ് സ്ഥലം. ആ വന്നോ. ആ വന്നു. ആ വന്നു. നിനക്ക് കയറി വന്നോ. നമസ്കാരം. നമസ്തേ. ആ വരൂ 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 വരൂ. ആ തല യാത്ര കുറച്ച് ബുദ്ധിമുട്ടായില്ലേ? വരൂ വരൂ. ആ അതിങ്ങോട്ട് അതൊക്കെ അവിടെ വെച്ചാൽ മതി. വരൂ ഇരിക്കും. അപ്പൊ താമസിക്കാൻ സ്ഥലമായി. ആ തീപ്പെട്ടി കമ്പനിക്കാരൻ വേലായുധന്റെ സ്ഥലം ഇതേ. വലിയ വാടകയും വേണ്ട, സ്കൂളാണെങ്കിൽ എടുത്തോളൂ. ഏതായാലും കുറുപ്പുവാശ ഇവിടെ ഉള്ളത് ഭാഗ്യമായി. സുഖമായിട്ട് കുളിക്കാം, പ്രകൃതി ഭംഗി ആസ്വദിക്കാം, നല്ല തെക്കൻ കാറ്റ് ഉറങ്ങുകയും ചെയ്യാം. അപ്പോ ഭക്ഷണത്തിന്റെ കാര്യം പക്ഷേ അത് മാത്രമാണ് പ്രശ്നം. അടുത്ത് ഹോട്ടലൊന്നും ഇല്ലേ? ഈ അർദ്ധഭൂഗോളത്തിൽ ആകെ ഒരു ചായപ്പിടിയുള്ളൂ. അവിടെ ആണെങ്കിൽ ചോറുമില്ല. വേറെ എവിടെയെങ്കിലും ഏർപ്പാടാക്കാൻ പറ്റുമോ? അന്വേഷിക്കാം. അല്ലെങ്കിൽ ഏറ്റവും എന്റെ വീട്ടിൽ വന്ന് ഊണ് കഴിച്ച് പോരാ. പക്ഷെ 5 മൈൽ നടക്കണം. നടക്കാത്ത കാര്യ. ആ ഏതായാലും നമുക്ക് അതിനെപ്പറ്റി ആലോചിക്കാം. അപ്പൊ ഇങ്ങനെ ജോലി പ്രവേശിക്കല്ലേ? അതെ. ഇതാണ് വേണ്ടേ നമ്മുടെ വിദ്യാലയം. വളരെ അച്ചടക്കമുള്ള കുട്ടികളാണ്. എല്ലാവരും ക്ലാസ് പോരാ. അല്ല, അന്യനാട്ടിൽ നിന്ന് വന്നൊരാള് താമസിക്കാൻ സ്ഥലം കിട്ടിയെന്ന് വെക്കുക. ഉണ്ണാനോ അതിനെ പറ്റിയൊരു ഹോട്ടലൊന്നും നമ്മുടെ നാട്ടിലില്ലല്ലോ. അപ്പൊ ഞങ്ങളൊക്കെ കൂടി ഇങ്ങനെ പറയായിരുന്നു അയ്യപ്പനാരായിട്ടൊന്ന് ആലോചിക്കാന്ന്. അതിന് ഞാനിപ്പോ എന്താ ചെയ്യാ? ചായപ്പീടിൽ തരാക്കാൻ പറ്റുമോ? അപ്പൊ കുറുപ്പന്റെ എങ്ങനെയാ കണ്ടത്? അയ്യോ അങ്ങനെയല്ല, മേനോന് സഹായമാവും, അയ്യപ്പനാർക്ക് കുറച്ച് കാശും കിട്ടും. പേരായിട്ട് പറഞ്ഞിട്ടില്ല ഞാൻ. അറിയോ, എന്റെ കാരണവന്മാരുടെ മുമ്പില് എനേറ്റ് നിൽക്കാത്തവരായി നാട്ടിൽ ആരുമില്ല. കാലദോഷം കൊണ്ട് കാശ് ഇത്തിരി ബുദ്ധിമുട്ടുണ്ടായപ്പോ ഒരു ചായക്കട തുടങ്ങിയെന്ന് വെച്ച് അതൊരു കച്ചവടമായി കരുതിയിട്ടില്ല. പടവീട്ടിൽ അയ്യപ്പന, മനസ്സിലായോ? അയ്യോ ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടല്ല, പക്ഷെ പറയാൻ പാടില്ല. കുറിപ്പിനറിയാമല്ലോ എന്റെ പൂർവീര് പണ്ടത്തെ പടനായന്മാരായിരുന്നു അവര്. അന്നർക്ക് ചോറ് വണ്ടി അവന്റെ എത്തിലെടുത്ത് വന്ന് ആ കാശ് വാങ്ങി കുടുംബം പുലർത്താൻ ഞാൻ തരം താഴ്ത്തില്ല. ഇതിനിപ്പോ എന്താ ചോദിക്കണേ? ഞാനൊന്ന് ആലോചിക്കുന്നല്ലോ. പിന്നെ അയ്യപ്പനാരോടല്ലാതെ ഇത്ര സ്വാതന്ത്ര്യമായിട്ട് ഞാൻ പിന്നെ അവിടെ ചോദിക്കേ? അല്ല ബുദ്ധിമുട്ടാണ്, ഞാൻ വേറെ വല്ല വഴി നോക്കിക്കോളാം. അങ്ങനെ വേണ്ട ആലോചിക്കുക. എന്നാ പിന്നെ അധികാരിയെ കണ്ട് ഞാനൊന്ന് അന്വേഷിക്കട്ടെ. അങ്ങേർക്ക് വല്ല ബുദ്ധി തോന്നിയാലോ. ഇറങ്ങട്ടെ. കുറിപ്പിക്ക. ഏതായാലും വന്നത് കുറുപ്പായതുകൊണ്ടും മറ്റേ മാഷൊരു മേനോനായതുകൊണ്ടും ഇന്ന് ഉച്ചയ്ക്ക് ഊണ് രണ്ടാൾക്ക് ഇവിടെ ആകാം. നാളെ പോയി എന്താ വേണ്ടെന്ന് വെച്ചാൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാം. ആയിക്കോട്ടെ. മാളോ എന്തേ? ഇന്ന് ഉച്ചയ്ക്ക് ഈ കുറിപ്പും ഒരു മേനോ മാഷും കൂടി ഉണ്ണാനുണ്ടാവും. മെഹനും പുതിയതായിട്ട് വന്ന ആളാ. ഇവിടെ ഒരു ബുദ്ധിമുട്ടില്ല. ഇതാണ് ഞാൻ പറഞ്ഞ മേനോൻ. നമസ്തേ. നമസ്കാരം. വരണം. ഞാൻ ബുദ്ധിമുട്ടിക്കല്ലോ. ഒരു നേരത്തെ ആഹാരമൊക്കെ എപ്പോഴും ഇവിടെ കാണും. വരൂ വരൂ, ഇരിക്ക.
കാര്യങ്ങളൊക്കെ എന്നോടും പറഞ്ഞു. വടക്ക വീട് അല്ലേ? അതെ. എവിടുത്തെന്ന് പറയും? ചെമ്മന പൂലശ്ശേരി. ചെമ്മന പൂലശ്ശേരിയോ? എന്റെ നിലപാട് വളരെ അടുത്തായിരുന്നു. പേരാറ്റി പടവീട്ടിന്നാ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ ഞാൻ പുറത്തായി. ആദ്യമായിട്ട് ഭാഷാവാണോ? അതെ. നാട്ടിൽ നിന്ന് ദൂരല്ലാണ്ട് കിട്ടിയത് ഭാഗ്യമായി. ആഴ്ചയിൽ ഒരിക്കലും പോയിട്ട് വരാമല്ലോ. ആരൊക്കെ ഉണ്ട് വീട്ടില്? അമ്മ മാത്രമേ ഉള്ളൂ. അത് ഭാഗ്യവാൻ. എന്നാ പിന്നെ ഉണ്ണല്ലേ? വേഗം അങ്ങോട്ട് വയ്ക്കേ. മതി. അങ്ങോട്ട് വെച്ചിരുന്നത്. മേലെ ആ പപ്പടം ഒന്ന് കഴിച്ചു നോക്കിയേ. അക്കരെ കിട്ടാത്തതാ. അധികാരിയെ കണ്ടാവോ? കണ്ടിട്ടില്ല, കാണണം. ലേശം അവിയലും കൂടെ ആവാം. കുറച്ച് അവിയൽ കൊടുത്തേ. അവിയൽ മേലെ ഊണ് പിടിച്ചു തോന്നുന്നു. പിടിച്ചോന്നോ? ഇത്ര സ്വാദുള്ളൊരു ഊണ് ഞാൻ എന്റെ ആയുസിലുണ്ടിട്ടില്ല. എന്താ സാമ്പാറ്, എന്താ അവിയൽ, ആ ഉപ്പേരി മാത്രം മതി ഈ ചോറ് മുഴുവൻ കഴിക്കാൻ. സത്യത്തിൽ ഇത് വെറും ഊണല്ല, സദ്യയാണ്. ശിവ വെറും ഒരു ചോറും കൂട്ടാനും സദ്യയോ? നിങ്ങൾ എന്നും കഴിക്കുന്നവർക്ക് അങ്ങനെ തോന്നൂ. ഞങ്ങൾക്ക് അതിന്റെ ഗുണം മനസ്സിലാവും. വാസ്തവത്തിൽ ഇങ്ങനെ ഒരു ഊണ് കിട്ടുന്ന സ്ഥലം ഉണ്ടെങ്കിൽ ഞാൻ എന്റെ ശമ്പളം മുഴുവൻ അവിടെ കൊടുക്കാൻ തയ്യാറാണ്. ഇതുപോലൊരു ഊണ് കിട്ടുന്ന സ്ഥലം ഒന്നേ ഉള്ളൂ, അത് ഇവിടെ തന്നെയാ. പക്ഷേ അതിനാണെങ്കിൽ ശമ്പളമല്ല, മേനോമാരുടെ കുടുംബസ്വത്ത് മുഴുവൻ എഴുതി കൊടുക്കാന്ന് പറഞ്ഞാലും വയ്യപ്പന്താൻ സമ്മതിക്കില്ല. ഈ പെണ്ണുങ്ങളുടെ കൈപ്പുണ്യം കാണുന്നത് അവരുടെ പാചകത്തിലാ. ആരാ? അമ്മയായിരിക്കും വെച്ചതല്ലേ? ഞാനിപ്പോ അടുക്കളയിൽ കയറാറേ ഇല്ല, എല്ലാം അമ്മയും നോക്കാറ്. ഇത്രയും സ്വാദോടുകൂടി ആഹാരം വെച്ചിരാൻ ആളുണ്ടാവുമെന്ന് പറയുന്നത് മഹാഭാഗ്യാണ്. മാമോ ആ തോർത്ത് കേട്ടോ. പൂർവികർക്ക് തറവാട്ട് പണിക്ക് തന്നെ 1000 പറയ്ക്ക് ഇരിപ്പ് നിലവുണ്ടായിരുന്നു. അതൊക്കെ പോയി ഒടുവിൽ ഞാനൊരു ചായപ്പീടികക്കാരനാണെന്നായി. അതിനെന്താ തെറ്റ്? കാലം മാറുന്നു തടുക്കാൻ പറ്റുമോ? അതെ, കുറുപ്പ് മാഷ് പറഞ്ഞാണ് ശരി. ഇല്ലെങ്കിൽ ആദ്യത്തുള്ള ചെമ്മന പൂലശ്ശേരിക്കാരനായി ഞാൻ ഒരു സ്കൂൾ മാഷാവണോ? സ്വത്ത് എത്ര ഉണ്ടായാലും സ്വന്തമായിട്ടുണ്ടാക്കുന്ന പണത്തിന് ഒരു വിലയുണ്ട്. അതിന് വിലയുള്ളൂ. മുറുക്കുവോ? ഇല്ല. വീട്ടില് കൃഷിയൊക്കെ ഉണ്ടാവും. ഉണ്ട്. എത്ര പറയ്ക്ക്? ഉണ്ണാനുള്ളത് കിട്ടും. അതൊന്നും വലിയ കാര്യമില്ലേ? വർത്താനം പറഞ്ഞുകൊണ്ടിരുന്ന സമയം പോലും അറിയില്ല. നമുക്ക് പോണ്ട. പക്ഷേ ശരിയാ. മേനോന് ഇനിയും വരണം. ഇത് നിങ്ങളുടെ വീടാണെന്ന് കരുതി. തീർച്ചയായും വരാം. ഇനി എനിക്കാണ് വിഭവസമൃദ്ധമായ ഒരു സദ്യ ഉള്ളത്. എന്താണെന്ന് വെച്ചാൽ അയൽക്കാരായ 2 വലിയ നായർ വംശജരെ തമ്മിൽ ഇണക്കി ഞാനാണല്ലോ. ശരി, വരട്ടെ. അപ്പുണ്ണി ഊണ് കഴിക്കാനായിരിക്കും. നല്ല പേരുകാരൻ അല്ലേ? ഇത്രയും വലിയ കുടുംബക്കാരനാണെന്നോ മാഷാണെന്നോ വല്ല ഭാവമുണ്ടോ? അത് അങ്ങനെ വേണ്ടാവൂ. നമ്മെപ്പോലൊരു തറവാടിയല്ലേ പേരോരും. അമ്മോ, അപ്പൊ എനിക്ക് ചോറ് വേണ്ട. അമ്മോ, ഈ അവിയൽ എന്താണ് ഒരു കരുതലവാ? വളരെ മനോഹരമായ സ്ഥലം. അതുകൊണ്ടായില്ലല്ലോ അല്ലേ? എന്താ ഇന്നത്തെ അന്നദാനം അങ്ങനെ ഒരുവിധം ഭംഗിയായിട്ട് നടന്നു. നാളെ തൊട്ടോ അതൊക്കെ കുറിപ്പ് വാശി തീരുമാനിച്ചാൽ മതി. ഇനിയിപ്പോ അധികാരിയോട് ചോദിക്കാൻ തന്നെ. മേനോ വരെ. അയ്യോ, ഇവിടുത്തെ ചോറും കൂട്ടാൻ നമുക്കൊക്കെ പിടിക്കുമോ? പിടിക്കുമെന്നുള്ളതല്ല, കിട്ടുമെന്നുള്ള പ്രശ്നം. മാറ്റി സർക്കാർ നമ്മളെക്കാരനാ. 1-ാം തീയതി കഴിഞ്ഞാൽ കല്യാണിക്ക് കയ്യിൽ കുറച്ച് കാശ് മണി പോലെ എണ്ണി മേടിക്കാം.
എനിക്കാണെങ്കിൽ ഇതിനു വേണ്ടി ഒരു പഞ്ഞ് നടക്കും വേണ്ട. വലിയ വിഭവങ്ങളൊന്നും ഇവിടെ ഉണ്ടാവില്ല. വിഭവങ്ങൾ എന്തിനാ? വിശപ്പ് മാറണം, പിന്നെ അല്പം വൃത്തിയും വെടുപ്പും ഒക്കെ വേണം. അത്രേ എനിക്ക് വേണ്ട. അതിന് കല്യാണിയുടെ വീട് പോലെ വേറൊരു വീട് ഇല്ല. അപ്പൊ ഇതാണ് ഓർപ്പിക്കാം. കല്യാണിയുടെ മോന മഹാവീർയ ആണോ? മുനി വരൂ. ചെല്ലടാ മോന്, മാഷല്ലേ, പരീക്ഷയ്ക്ക് മാക്കൊക്കെ കൂട്ടിത്തരാൻ പറ. മുനി അല്ലേ? നല്ല അനുസരണ മോന. കുട്ടിയുടെ അച്ഛൻ എന്ത് ചെയ്യുന്നു? മഴയ്ക്കുള്ള കോഴിന് തോന്നുന്നു. നമുക്ക് ഇറങ്ങാം മാഷെ. അപ്പൊ കല്യാണിമേ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ എന്നാ വരട്ടെ. അപ്പോ ഞങ്ങൾ വരട്ടെ. ശരി. പിന്നെ ഒരു കാര്യം പറഞ്ഞേക്കാം. മേനോൻ നല്ല അന്തസ്സുള്ള കുടുംബത്തിൽ പറഞ്ഞനാ. അതുകൊണ്ട് നിങ്ങളുടെ ആ പഴയ സ്വഭാവത്വം അങ്ങേരത്ത് നിൽക്കരുത്. മാഷെ. ആ പുള്ളി പുതിയ മാഷയ്ക്ക് നിന്റെ പുരയിലാണോടാ ചോറി? അത് ഇന്നലെ ഒരു ദിവസത്തേക്കല്ലേ. അപ്പൊ ഇനി കൊടുക്കൂല? വെറുതെ ആളെ മക്കാണക്കല്ലേ അയ്യരെ. നിനക്ക് എന്താണ്ട ഒരു വിഷമം? ഓൻ നിന്റെ ശത്രുവൊന്നും അല്ലല്ലോ. എന്തായാലും നിങ്ങൾക്ക് കൂടുതൽ തന്നെ. എന്ത് കോള്? പുതിയൊരു പറ്റിയാരിനെ കിട്ടാൻ പോവുകയല്ലേ. അതിന് അല്ല, നിങ്ങൾ ബന്ധുക്കളായാൻ പോവുകയാണെന്ന് പറയുകയായിരുന്നു. എനിക്ക് ബന്ധുവില്ല, ശത്രുവില്ല. ഇന്ന് ആ ഭാഷയ്ക്കൊരു ചായ പാരി. അധികാരിയേ വാ, ഒരു ആപ്പ് കുടിച്ചിട്ട് പോവാ. വേണ്ട, ഞാൻ അക്കരെ കുടിച്ചോളാം. അക്കരെ എന്തിനു പോയതാണ്? മേളക്കാരെ ഏർപ്പാടാക്കാൻ പോയതാ. കാവിലെ പൂരം എടുക്കാറായില്ലേ? എല്ലാത്തിനും ഞാൻ തന്നെ വേണ്ട കിടന്ന് ഓടാൻ. ഞാനൊരു കാര്യം പറയാത്തേ, ഇത്തവണത്തെ പരിപാടി ഇങ്ങനെ നന്നായിരിക്കണം. പിള്ളേരുടെ ആട്ടും കുറ്റൊന്നും വേണ്ട, ചൊവ്വാവൂല. ഈ കഴിഞ്ഞ കൊല്ലത്തെ പോലെ ആളുകൾ പോവും, അധികാരി മാറി നിൽക്കുന്ന നല്ലത്. അധികാരം എന്തിറങ്ങിട്ടായി പറയുന്നത്? മേളക്കാർക്ക് തന്നെ കൊടുക്കണം പിരിക്കണ കാശ് മുഴുവൻ. പിന്നെ കലാപരിപാടിക്കാരുടെ കൂലി, അവരുടെ താമസം, ഭക്ഷണം, ഉന്മാദം, ഇതെല്ലാം കൂടെ കൂട്ടി നോക്കുമ്പോ ഇതൊന്നും കൂടാതെ കയ്യും കെട്ടിയിരിക്കുന്നതാ ഞാൻ പറഞ്ഞുകൊണ്ടെന്ന് എന്താ വെച്ചാല് കയ്യും കെട്ടിയിരിക്കുന്നതാ നല്ലതെന്ന്. എന്താ അല്ല, ഉത്സവത്തിന് കയ്യും കെട്ടിയിരിക്കുന്നതാ നല്ലതെന്ന്. അതെ അതെ അതെ.